പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി പ്രത്യേകിച്ച് നമ്മളുടെ എല്ലാ മക്കളിലേക്കും ഒന്ന് നിറയട്ടെ. മനസ്സിന്റെ അസ്വസ്ഥതകളെല്ലാം യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ വിട്ടുപോടെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തെ ഞങ്ങൾ ഓരോ മക്കളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. അമ്മയുടെ വലിയ സാന്നിധ്യം ഞങ്ങളൊന്ന് നിറയണമേ. അമ്മേ, ഹല്ലേലൂയ. നമ്മള് ഒന്നാം ഭാഗം നമ്മൾ ചിന്തിച്ചു. പരിശുദ്ധ അമ്മ വഴി വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒന്നാമത്തെ ഏറ്റവും വലിയ അത്ഭുതം. ഇത് വിശുദ്ധ ഗ്രന്ഥത്തിലെ പരിശുദ്ധ അമ്മ വഴി രണ്ടാമത്തെ ഏറ്റവും വലിയൊരു അത്ഭുതം. ഒന്നാമത്തെ അത്ഭുതം ഒന്നാമത്തെ കേൾക്കാൻ പറ്റാത്തവർക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയാം. ഒന്നാമത്തെ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന് തനിക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഈ പരിശുദ്ധാത്മാവിന് തന്റെ ഇളയമായ എലിസബത്തിനെ കൊടുക്കുക. ഒപ്പം തന്നെ എലിസബത്തിന്റെ ഉദരത്തിൽ വസിക്കുന്ന സ്നാപക യോഹന്നാനും ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിറയുന്ന ഏറ്റവും വലിയൊരു അത്ഭുതം. നമ്മൾ പറയാറുണ്ട് വിശുദ്ധത്തിൽ ഒരുപാട് അടയാളം അത്ഭുതം കണ്ടെങ്കിലും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഏതൊക്കെ അവസ്ഥകൾ ഉണ്ടെങ്കിലും മരണത്തിന്റെ നിഴലുവീണ താഴ്വരയിലൂടെ നീ നടന്നാലും അവൻ കൂടെയുള്ളതിനാൽ നമ്മൾ ഭയപ്പെടുകയില്ല. അപ്പൊ ഈ വചനത്തിന്റെ അഭിഷേകം അപ്പൊ ഏറ്റവും വലിയൊരു അത്ഭുതം നമ്മൾ ഒന്നാം ഭാഗത്തിലെ ജെയിംസ് പള്ളിയിലെ ഒന്നാം ഭാഗത്തിൽ പറഞ്ഞ രണ്ടാം ഭാഗത്തിലെ 3 ഭാഗങ്ങളായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടല് എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തോന്നിച്ചതാണ്. ഇതിപ്പോ ദൈവശാസ്ത്രപരമായിട്ടോ ഒന്നല്ല, എളിയനായ ഈ ദാസൻ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. ഹല്ലേലൂയ. രണ്ടാമത് വിശുദ്ധ ഗ്രന്ഥത്തിലെ മറ്റത് ലൂക്കായുടെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലാണെങ്കിൽ ഇത് യോഹന്നാന്റെ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിലെ നമുക്ക് എല്ലാവർക്കും അറിയാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് കാനായിലെ കല്യാണം വരുന്നതാണ്. അമ്മേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാനായിലെ കല്യാണം വരുന്നതിനെ അവിടെ അമ്മയെ അവിടെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നില്ല എന്നൊക്കെയാണ്. അതതിൽ പറഞ്ഞിട്ടില്ല. യേശുവിനെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു, യേശുവിന് ശിഷ്യന്മാര് കല്യാണത്തിന് ക്ഷണിച്ചു. നമുക്ക് വായിക്കാം. 3-ാം ദിവസം വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. യേശു ശിഷ്യന്മാരും വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു എന്ന് പറയുന്നത് എന്നാ പരിശുദ്ധ യേശുവും അമ്മയും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്ന വാക്കതിലില്ല. ഇത് പറയുന്നത് യേശു ശിഷ്യന്മാരെയും ക്ഷണിക്കപ്പെട്ടിരുന്നു. പക്ഷെ യേശു ശിഷ്യന്മാരും വരുന്നതിനേക്കാൾ മുമ്പ് തന്നെ ആരെത്തി? പരിശുദ്ധ അമ്മ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് വീഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ അമ്മയ്ക്ക് വളരെ വിഷമമായി. തന്റെ മകൻ അവിടേക്ക് കടന്നു വരുന്നത് അറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കടന്നു വരുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടോ? മുമ്പ് അമ്മ അവർ തമ്മില് ആശയവിനിമയം നടത്തിയിട്ടുണ്ടാവും. യേശു വന്നപ്പോൾ പറഞ്ഞു, മകനെ അവർക്ക് വീഞ്ഞില്ല, അവിടെ വീഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന്, അവിടെ ജീവിതത്തിലേക്ക് ഒരു അത്ഭുതങ്ങൾ നടത്തുക എന്ന് പറഞ്ഞപ്പോൾ യേശു പറയേണ്ടത് എന്റെ സമയം ഇതുവരെ ആയിട്ടില്ല, നമുക്ക് സ്ത്രീ നിനക്കും എനിക്കും എന്താ ബന്ധം എന്നൊക്കെ പല വാക്കുകൾ ഉച്ചരിക്കുന്നുണ്ടെങ്കിലും പരിശുദ്ധ അമ്മയുടെ ആ വാക്ക് മൂലം അവിടെ യേശു അത്ഭുതം നടത്തി. എങ്ങനെ അത്ഭുതം നടന്നു? അവിടെയാണ് പോയിന്റ് കിടക്കുന്നത്. അത്ഭുതം നടക്കുന്നത് യേശു കരം നീട്ടി, അല്ലെങ്കിൽ യേശു പറഞ്ഞു ആ ഭരണങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറയുന്നു. ആ യേശു ആജ്ഞാപിച്ചു. ആജ്ഞാപനം മൂലം അവർ ഭരണകളിൽ വെള്ളം നിറയ്ക്കുകയും ചെയ്തു. ആ വെള്ളം നിറച്ചപ്പോൾ ആ നിമിഷം തന്നെ അവിടെ അത് വെള്ളം വീഞ്ഞായി മാറുകയാണ് പറയുന്നത്. ആ വെള്ളം വീഞ്ഞായി മാറുന്നത് ആരുടെ പ്രക്രിയ? അവിടെ പരിശുദ്ധാത്മാവിന്റെയാണ്. അപ്പോൾ ആ ഒരു സന്ദേശം, പിതാവായ ദൈവത്തിന്റെ ആ സന്ദേശം പരിശുദ്ധ അമ്മ വഴിയെ കൊടുക്കുന്നത് യേശുവിനെ, നിനക്ക് സമയമായി, നീ 30 വർഷത്തോളം രഹസ്യ ജീവിതത്തിൽ കഴിഞ്ഞെങ്കിൽ ഒരു ആശ്ചര്യമാണെങ്കിൽ നീ ഒരു ദൈവപുത്രനാണ് എന്ന് ദൈവജനത്തിന് മുന്നേ കാണിക്കാനുള്ള ഒരു സമയമായി. നിന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ആ സ്നാനസ്ഥാനം യോഹന്നാൻ സ്നാനസ്ഥാനം നൽകുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്നും ആ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ കടന്നു വരികയും പിതാവായ ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്, ഇതാ എന്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ സംപ്രീതരായിരിക്കുന്നു. അതെ, ആ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്ന യേശു ക്രിസ്തു, കാരണം ഒരേ സമയം യേശു മനുഷ്യനും കൂടിയായിരുന്നു. യേശു ക്രിസ്തു മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള യേശു, ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അതിന്റെ സമയമായി എന്ന് പരിശുദ്ധ അമ്മ വഴി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ പിതാവായ ദൈവത്തിന്റെ വലിയൊരു ഇടപെടല്. അപ്പൊ പരിശുദ്ധാത്മാവ് ആ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്നു. ആമേൻ, ഹല്ലേലൂയ. ആദ്യം പറഞ്ഞിരുന്നു അമ്മയും പരിശുദ്ധാത്മാവ് പറഞ്ഞു. ആ പരിശുദ്ധാത്മാവ് കൊണ്ട് അവിടേക്ക് ചെന്നു. ഇവിടെ യേശുവിലും
ഒപ്പം തന്നെ പരിശുദ്ധ അമ്മയിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവിടെയുള്ളതാ. ഈ രണ്ടുപേരുടെ അഭിഷേകം, പ്രത്യേകിച്ച് ദൈവപുത്രനായ യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് കാണിക്കാനുള്ള ഒരു അവസരം, അതിന് സമയമായി എന്ന് പറഞ്ഞപ്പോൾ ആ വീഞ്ഞിന് വെള്ളമാക്കി പറ്റും. ഇന്ന് പലരും കാനയിലെ കല്യാണം ഇതിനെ കുടിയന്മാരൊക്കെ പല വിധത്തിലൊക്കെ പറയുന്നുണ്ട്. റിയലി പറയുന്നത് പ്രത്യേകിച്ച് ആ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരി ഇഷ്ടം പോലെയുള്ളതാണ്, നമ്മൾ ജ്യൂസ് കഴിക്കുന്ന പോലൊരു അനുഭവം അവിടെയൊക്കെ ഉള്ളത്. അതിനെ പല വിധത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് അതിനാണ്, പ്രത്യേകിച്ച് ആ വീഞ്ഞ് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തില് നമ്മൾ ആ വീഞ്ഞിനെയാണ് പിന്നീട് യേശുവിന്റെ രക്തമായി മാറുന്നത്. അതിനുള്ള പിന്നീട് ദൈവശാസ്ത്രം അറിയുന്നുണ്ട്. അവിടെ വീഞ്ഞിനെ വെള്ളത്തെ വീഞ്ഞാക്കിയെങ്കിൽ വിശുദ്ധ കുർബാനിൽ വീഞ്ഞിനെ പിന്നീട് രക്തമാക്കി മാറ്റുന്നുണ്ട്, യേശുവിന്റെ രക്തമാക്കി മാറ്റുന്നുണ്ട്. അതൊക്കെ അതിന്റെ പിന്നീട് ദൈവിക രഹസ്യം വളരെ ഉണ്ട്. വെറുതെ അതിനെ പിടിച്ച് കുടിക്കാൻ വേണ്ടി പല രൂപത്തിലും ഭാവത്തിലൊക്കെ പങ്കെടുക്കണം, അവിടേക്കല്ല ആ വിഷയം ഞാൻ സംസാരിക്കുന്നില്ല. ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, അമ്മയുടെ രണ്ടാമത്തെ ഒരു ഇടപെടലാണ് ഇവിടെ നടക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ അത്ഭുതങ്ങൾ, രണ്ടാമത്തെ വലിയ അത്ഭുതത്തിന് ഏറ്റവും ഒരു ഇടപെടലാണ്. പ്രത്യേകിച്ച് ആ കുടുംബത്തിന്റെ മാനഹാനിയെ കണ്ടു കഴിഞ്ഞപ്പോ, അമ്മയുടെ ഹൃദയം നേറി കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഇടപെടലിൽ, മോനെ യേശുവേ അവർക്ക് വീഞ്ഞില്ല, വീഞ്ഞ് തീർന്നു പോയി എന്ന് ക്ഷണിക്കപ്പെടാതെ കടന്നു വന്ന് ക്ഷണിക്കപ്പെട്ട അതിഥിയായി വന്ന യേശുവിന്റെ അടുത്ത് പറയുകയും അവിടെ യേശുവിലൂടെ പരിശുദ്ധാത്മാവ് അത്ഭുതം നടത്തിയെങ്കിലേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ് ഈ കൊറോണ കാലഘട്ടത്തിൽ, മക്കളെ ഞാൻ നിങ്ങളൊക്കെ ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ആ ഒരു അഭിഷേകം വന്നെന്ന് പറയണം. നമുക്ക് രണ്ടാം ഇടപെടല്, പ്രത്യേകിച്ച് ഇതിന്റെ പരിശുദ്ധാത്മാവ് പറയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ പരിശുദ്ധ അമ്മ വഴി ഈ പരിശുദ്ധാത്മാവിന്റെ ഇടപെടല് അത് വലിയൊരു ഇടപെടലാണ്. ആ സാന്നിധ്യം, ആ ഇടപെടൽ നടക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആ ഇടപെടലിന്റെ ഈ ഒരു അഭിഷേകം നമ്മൾ ഓരോ മക്കളിലും ഒന്നും അറിയട്ടെ. ഒന്ന് നമ്മൾ കണ്ടു ലൂക്കായുടെ സുവിശേഷം കഴിഞ്ഞു, രണ്ടിലേതാ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു ഈ അഭിഷേകം നമ്മളിൽ ഒന്നറിയാം. പരിശുദ്ധ അമ്മ വഴി നമ്മുടെ ജീവിതത്തിലെ മനസ്സ് തളർന്നിരിക്കുന്ന നമ്മുടെ ജീവിതം, രോഗങ്ങളായിരിക്കാം. ഇപ്പൊ കോവിഡൊക്കെ വന്നതിന് ശേഷം, രോഗം മാറിയതിനു ശേഷം ഒരുപാട് വ്യക്തികൾ ഭയത്തിന്റെ അടിമയായിരിക്കുകയാണ്. ഒരു രോഗം പുറമെ വരുമ്പോഴേക്കും ഭയന്നിരിക്കുക, ഉറക്കം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ തന്റെ ശരീരത്തിന്റെ അവയവങ്ങളിലൊക്കെ കോവിഡ് ബാധിച്ചു, ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ വെള്ളത്തെ വീഞ്ഞാക്കിയവൻ, അല്ലെങ്കിൽ ഇന്ന് വീഞ്ഞിനെ രക്തമാക്കി മാറ്റുന്നവന്റെ ഈ അഭിഷേകം ഉണ്ട് മോനെ, മകളെ എന്ന് പരിശുദ്ധ അമ്മ നമ്മുടെ അടുത്ത് പറയുമെങ്കിൽ ഈ ഒരു അഭിഷേകത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധ അമ്മേ, നമ്മുടെ വിമല ഹൃദയം വഴി ഞങ്ങളെ പരിപൂർണ്ണം ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ അഭിഷേകം ഞങ്ങൾ വന്ന് ധൈര്യത്തിന്റെ ആത്മാവിൽ നിന്ന് അനുഗ്രഹിക്കണമേ.